അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജോർഡാൻ തലസ്ഥാനമായ അമ്മാനിലും ജോർഡാനിലെ മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ കാണാനുള്ള കാഴ്ചകൾക്ക് ശേഷം പിന്നീട് ഞങ്ങളന്ന് ഒന്നാം യാത്രയിൽ അവിടുന്ന് പിന്നീട് യു എയിലേക്കാണ് വരാനുള്ളത്. യു എയിൽ വിസ ഞങ്ങൾക്ക് അപ്പോൾ ആദ്യം കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ യു എ വിസ കിട്ടാൻ കുറച്ച് ദിവസം വൈകി. അപ്പോൾ വീണ്ടും ഹോട്ടലിൽ നിന്ന് താമസിച്ചു. എന്നിട്ട് പിന്നെ അവിടുന്ന് പുറപ്പെട്ടു. അമ്മാനിൽ നിന്ന് പുറപ്പെട്ടിട്ട് വിമാനം ദുബൈയിലിറങ്ങി. യു എ മുതൽക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം പരിചയമുള്ള അല്ലാത്ത ആൾക്കാരൊന്നുമല്ല ഒക്കെ. കാരണം നമുക്കറിയാലോ 7 എമിറേറ്റുകൾ കൂടിയ ഒരു രാഷ്ട്രമാണ് ട്രൂസിയൽ സ്റ്റേറ്റ്സ് എന്നതിൻ്റെ പഴയ പേര്. അബുദാബി, ദുബൈ, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ, ഉമ്മുൽ ഖൈവാൻ, ഫുജൈറ തുടങ്ങിയ സ്റ്റേറ്റുകൾ എല്ലാം കൂടിയ ഒരു രാഷ്ട്രമാണല്ലോ യു എ ഇ എന്നറിയപ്പെടുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അൽ ഇമാറാത്തുൽ അറബിയത്തുൽ മുത്തഹിദ എന്ന് പറയുന്ന രാഷ്ട്രം. അവിടെ ഖുർആൻ പറഞ്ഞ ചരിത്രങ്ങളൊന്നുമില്ല. പക്ഷേ അവിടുത്തെ പരിചയക്കാരും പിന്നെ ഒമാനിലേക്ക് പോകുന്ന വഴിയായതുകൊണ്ട് ഞങ്ങളവിടെ ഇറങ്ങിയതാണ്. ഒരാഴ്ചയോളം അവിടെ നിന്നു. ആ ദിവസത്തിൽ രണ്ടിലധികമോ സ്വീകരണങ്ങളുണ്ടായിരുന്നു ഓരോ സ്ഥലങ്ങളിലും. കമൽ പാഷയുടെ പരിചയക്കാരും എൻ്റെ പരിചയക്കാരും പിന്നെ നമ്മുടെ ബന്ധുക്കൾ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ബന്ധുക്കളും പിന്നെ എൻ്റെ സ്റ്റുഡൻസും മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരും അങ്ങനെ കുറേ ആൾക്കാർ പല സ്ഥലങ്ങളിൽ ലോയേഴ്സിൻ്റെ അഡ്വക്കേറ്റ്മാരുടെ സംഘടനയും ഇങ്ങനെ ഓരോരുത്തരും സ്വീകരണമായിരുന്നു. അതിലൊക്കെയും അവർ ഈ ദൗത്യത്തിലേക്ക് ഈ വിവരണങ്ങൾ നടത്തും, ആ ദൗത്യത്തിലേക്ക് സംഭാവന തരും. അങ്ങനെ അതൊക്കെ ഞങ്ങൾക്ക് ഈ ദൗത്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ, രണ്ടാമത്തെ യാത്രയ്ക്ക് ഉപയോഗിക്കാൻ കാരണം ഒരൊറ്റ പൈസ പോലും ഞങ്ങൾ പോക്കറ്റിൽ സ്വന്തമായിട്ട് എടുത്തിട്ടില്ല. എല്ലാം ഇതിൽ നിന്ന് കിട്ടിയത് അതിൻ്റെയൊക്കെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കൃത്യമായി കണക്ക് എഴുതിയിട്ടുണ്ട്. ജനങ്ങൾ ഈ ഇത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം, ഇപ്പം ഞാൻ ഈ പറയുന്ന എപ്പിസോഡ് കാണുമ്പോൾ ഒരുപാട് ആളുകൾ അന്ന് സംഭാവന തന്നവർ, ഇസ്ലാഹി സെൻറ്ററിൽ നിന്ന് പൈസ തന്നവർ, വ്യക്തിപരമായി തന്നവരൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ ഒരു പൈസയും ഒന്നും ഞങ്ങൾ പേഴ്സണലായിട്ട് എടുത്തിട്ടില്ല. കമാൽ പാഷയ്ക്കും ശമ്പളമുണ്ട്, എനിക്കും ശമ്പളമുണ്ട് ഞങ്ങൾ കോളേജിൽ നിന്ന്. അതുകൊണ്ട് ഞങ്ങൾ പേഴ്സണൽ എടുത്തില്ല. ഈ ദൗത്യത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങൾ അതിനു വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോ പൈസയും അന്ന് കിട്ടിയതിൻ്റെ നിങ്ങൾ വെച്ചതിന് ഇത് പ്രചരിച്ച് ഈ ദൗത്യം പ്രചരിച്ച് ജനങ്ങൾക്ക് ഹിദായത്തിന് കാരണമാക്കുന്ന ആ ഖുർആൻ ഐതിഹ്യമല്ല എന്ന് ബോധ്യപ്പെടുന്നതിന് നിങ്ങൾക്ക് കാരണമാക്കി തീർക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് അത് ക്ലിയറായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. അതിൽ കുറേ ആളുകൾ സംഭാവന തന്നവരുടെ പേരെഴുതി വെച്ചിട്ടില്ലായിരുന്നു, പ്രത്യേകിച്ചും യു എയിൽ മാറിക്കുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നീട് CD ഒക്കെ ഇറങ്ങിയപ്പോൾ, കാസറ്റ് ഇറങ്ങിയപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് കോപ്പി കൊടുക്കാൻ കഴിയില്ല. കാരണം പിന്നീട് അന്ന് ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നുള്ളതും ഫോണും ഇല്ലാത്തൊരു സൗകര്യമില്ലാത്ത കാര്യമല്ലേ. അവരൊക്കെ പിന്നെയും പൈസ കൊടുത്ത് തന്നെ വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടായിരുന്നില്ല. പക്ഷേ ഈ കാരണത്താൽ ആരാണ് ഏതാണെന്ന് അറിയില്ല, സംഖ്യ പരന്നും ഫുള്ളും ഒന്നായിട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയല്ലേ ആൾക്കാർ. അപ്പോൾ കൃത്യമായിട്ട് എല്ലാം ക്ലിയറാക്കി, സാമ്പത്തിക രംഗത്ത് ക്ലിയറാക്കി എന്ന് മാത്രമേ ഉള്ളൂ ഒരെണ്ണം. പക്ഷേ ആളുകളുടെ പേരെല്ലാം കൃത്യം അറിയില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ അറിയാം. നിങ്ങൾക്ക് അതിൻ്റെ പുണ്യം കിട്ടുകയും ചെയ്യും. നമ്മളെ അടുത്ത് രേഖയില്ലെങ്കിലും അള്ളാഹിൻ്റെ അടുക്കലുണ്ട്. ഒരു പേഴ്സണലായിട്ടൊരു വസ്തു ഉപയോഗിച്ചിരുന്ന ആ യാത്രയ്ക്ക് വേണ്ടി പൊതുവായിട്ട് വാങ്ങിയ സാധനം കണ്ട് എടുക്കുമ്പോൾ അതിൻ്റെ പൈസ കണ്ട് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. യു എ എൻ്റെ മൂത്തമ്മയുടെ മക്കളുണ്ട് പറപ്പൂർ. അവരുടെ മക്കളുണ്ട്, അവരുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ വീട്ടിൽ, അങ്ങനെ ഓരോരുത്തരുടെ ഒരുപാട് ആൾക്കാരുടെ അടുത്തൊക്കെ അവിടെയൊക്കെ ഓരോ സ്ഥലങ്ങളിലായിട്ട് താമസിച്ച് അവിടെയൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചയോളം കഴിഞ്ഞ ശേഷം യു എയുടെ ദുബൈയിൽ നിന്ന് അവിടുന്ന് പുറപ്പെട്ടിട്ട് അടുത്ത വിമാനത്തിന് ഒമാനിലെ തലസ്ഥാനമായ മസ്കറ്റിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ മസ്കറ്റിലെ സീബ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വിമാനമിറങ്ങി. അവിടുന്ന് അബ്ദുൽ വാഹിദ് എന്ന എൻ്റെ ഒരു സുഹൃത്ത് വിദ്യാർത്ഥിയാണ്, പണ്ട് PSM കോളേജിൽ പഠിച്ചിരുന്നതാണ്. അബ്ദുൽ വാഹിദിൻ്റെ കൂടെ അവിടെ മസ്കറ്റ് നഗരമൊക്കെ ചുറ്റിക്കണ്ടു. അന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അബ്ദുൽ വാഹിദ് അവിടെ എല്ലാം തോന്നുന്നുണ്ട്. അവിടുന്ന് പുറപ്പെട്ടിട്ട് പിന്നീട് 1000 കിലോമീറ്റർ ദൂരെ അവർ ബസ് ടിക്കറ്റൊക്കെ എടുത്തുന്നു സഞ്ചരിച്ച് ഒമാനിൽ സഞ്ചരിച്ചിട്ട് ആ ദൂരെ കിടക്കുന്ന സ്വലാലയിലെത്തി. സ്വലാല എന്ന് പറഞ്ഞാൽ പച്ച പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം, ചുവന്ന മണ്ണ്, കേരളത്തിൻ്റെ തനി സഹോദരൻ എന്ന് പറയാം. അത്രയും കേരളം പോലെ, കേരളത്തെക്കാളും ഒന്നും കൂടി എന്ന് പറയാം. മഴയുണ്ട്, പച്ചപിടിപ്പുണ്ട്, ഒക്കെ ഉണ്ട്.
തെങ്ങിൻ തോട്ടം ഒക്കെ ഉണ്ട്. ചേരമാൻ പെരുമാൾ എന്ന കേരളത്തിൽ നിന്ന് പോയിട്ട് മക്കയിൽ പോയി മുസ്ലിമായി തിരിച്ചു പോരുമ്പോൾ മരണപ്പെട്ട ആ ചേരമാൻ പെരുമാളിൻ്റെ ഖബർ എന്ന നിലയ്ക്ക് സലാലയിൽ ഒരു ഖബർ കാണിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അതല്ല എന്നും പറയുന്ന അഭിപ്രായക്കാരുണ്ട്. എന്തായിരുന്നാലും ഒരു വാഴത്തോട്ടങ്ങൾക്കിടയിൽ അവിടെ ഇഷ്ടം പോലെ തെങ്ങുകളുള്ള സ്ഥലമാണ്. ഒരു അറബ് ലോകത്ത് ഇത്രയധികം തെങ്ങുകളുള്ള സ്ഥലം വേറെ കാണാൻ കഴിയില്ല. തെങ്ങിൻ തോട്ടങ്ങൾ. ഒരാൾ കണ്ണ് കെട്ടിയിട്ട് സലാലയിൽ കൊണ്ടുപോയിട്ട് കണ്ണ് തുറന്നാൽ അയാൾ വിദേശത്താന്ന് തോന്നുന്നില്ല. മുരിങ്ങ, കവുങ്ങ്, നമ്മളുടെ ഇവിടുത്തെ മരങ്ങളെല്ലാം അതുകൊണ്ട് നല്ല സ്വഭാവമുള്ള, വളരെ ഒരു സ്വീകരണ സ്വഭാവമുള്ള, സൗമ്യതയുള്ള നല്ല സഹകരണമാണ്. ഒമാൻ ഗവൺമെൻറ് മാത്രം ഞങ്ങൾക്ക് രണ്ടാം യാത്രയിൽ ഒരു സൗകര്യം ചെയ്തിരുന്നത്. അവർ അറബി പത്രത്തിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച്, അൽ വത്തൻ എന്ന അറബി പത്രത്തിൽ ഫരീഖുൻ ഹിന്ദിയുൻ ഇൽമിയുൻ നസൂർ മദീനത്ത് ഉബാർ എന്ന് പറഞ്ഞിട്ട് അവിടെ സന്ദർശനത്തെക്കുറിച്ച് ഫോട്ടോ സഹിതം ജമീൽ ഷെയ്യുടെയും എൻ്റെയും കമാൽ പാഷയുടെയും ഫോട്ടോ സഹിതം ഒരു പത്രത്തിൽ, അന്നത്തെ അറഫ ദിനാണത്, ആദ്യത്തിൽ അന്നത്തെ ഫോട്ടോയിൽ പ്രസിദ്ധീകരിച്ചു. അവിടെ ചെന്ന ശേഷം പിന്നെ അവിടുന്ന് അടുത്ത് ഞങ്ങൾ സലാലയിൽ ചെന്നു. പിന്നീട് ഞങ്ങൾ അവിടുന്ന് ഗവൺമെൻറ്റിനോട്, ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനോട് അപേക്ഷിച്ചു ഞങ്ങൾക്ക് ഒബാറിലെ ആദ്യ സമുദായത്തിൻ്റെ സ്ഥലത്തേക്കൊന്ന് പോകാനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന്. ഒബാർ എന്നാണ് പുതിയ പേര്, ആഖാഫ് എന്നാണ് ഖുർആൻ പറഞ്ഞ പേര്. അവിടേക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ ആദ്യ സമുദായത്തിൻ്റെ സ്ഥലത്തേക്കുള്ള യാത്രയാണ് പറയാനുള്ളത്.